നമസ്കാരം മുരുകൻ. നമസ്കാരം. സാറിനെ ഞാൻ സാറിൻ്റെ തമാശകളും അതുപോലെ തന്നെ പ്രസംഗങ്ങളും ഒക്കെ ഓൺലൈനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സാറിനെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുകയാണ്. കണ്ടതിൽ വളരെ സന്തോഷം. സാറ് ഹൂസ്റ്റൺ വോയിസിന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ തരാമെന്ന് സമ്മതിച്ചതിൽ വളരെ ഞങ്ങൾക്ക് സന്തോഷം, നന്ദിയുണ്ട്. ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് സക്രിയ ഓമൻ, പ്രൊഫസർ ഡോക്ടർ സക്രിയ ഓമൻ. കോട്ടയം CMS കോളേജിലെ കെമിസ്ട്രി അധ്യാപകനായിട്ട് ദീർഘകാലം ഞാൻ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ഇവിടെ വന്നൊരു യൂണിവേഴ്സിറ്റി കുറച്ച് നാൾ പഠിപ്പിച്ചു. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് റിട്ടയർഡ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ സാറിനെ കണ്ടതിൽ വളരെ സന്തോഷം. സാറിന് ഇപ്പോൾ ഇവിടെ വന്നതിൽ സാറിൻ്റെ തിരുവനന്തപുരത്തെ മറ്റുള്ള ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, സന്തോഷമുണ്ട്. സാറിൻ്റെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡായ കുട്ടികളെ സാറ് എടുത്ത് വളർത്തുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ഉന്നമനത്തിന് വേണ്ടി ലോകസഭയെ ആകർഷിക്കുകയൊക്കെ സാറിൻ്റെ പ്രോഗ്രാമിൽപ്പെട്ടതാണെന്ന് വളരെയേറെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സാറ് പറയാനായിട്ട് വളരെ സന്തോഷം, ഞാൻ കേൾക്കാൻ സന്തോഷമുണ്ട്. ഓക്കെ. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടൊരു സെൻറ്ററാണ്. അതിനകത്ത് പ്രധാനമായിട്ടും കുട്ടികളെ സെൽഫ് സഫിഷ്യൻ്റ് ആക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിഫറൻറ്റ് ഏബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള കുട്ടികളെ അവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞതിന് ശേഷം അവർക്ക് നമ്മളൊരു സ്റ്റൈപ്പൻഡ് എല്ലാ മാസവും കൊടുത്ത് അവരുടെ ഭക്ഷണവും മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് അവരുടെ പാരൻസിന് എംപ്ലോയ്മെൻറ്റ് കൊടുത്ത് ഈ കുട്ടികൾക്ക് കലാപരമായ കഴിവുകളുണ്ടെങ്കിൽ അതിനകത്ത് അപ്ലിഫ്റ്റ് ചെയ്ത് അവർക്കൊരു സ്വയം വരുമാനം ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ അവർക്കൊരു ജീവിതം നൽകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൻറ്ററാണ്. അതോടൊപ്പം തന്നെ സാധാരണ സയൻറ്റിഫിക് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള തെറാപ്പികളും, ഒക്കുപേഷണൽ തെറാപ്പിയും എല്ലാ തെറാപ്പികളും കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിലൂടെ കുട്ടികളിപ്പോൾ 250 കുട്ടികൾ ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിനകത്തുണ്ട്. ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് എൻഡോസൾഫാൻ വിക്ടിംസ് അടക്കമുള്ള ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് 1000 കുട്ടികൾക്ക് ആശ്രയം കൊടുക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന IIPD എന്ന് പറയുന്ന ഒരു വലിയ പ്രോജക്റ്റാണ് വരാൻ പോകുന്നത്. കോട്ടയം CMS കോളേജിൽ നിന്ന് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, കോട്ടയത്ത് വിവിധ കോളേജുകളിൽ ഹിന്ദി അധ്യാപകനായിരുന്ന ഒരു പ്രൊഫസർ ഡോക്ടർ MK ലൂക്ക എന്ന് പറയുന്ന ഒരാളെ അറിയുമെന്ന് എനിക്കറിഞ്ഞില്ല. അദ്ദേഹം ന്യൂയോർക്കിലായിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് ഒന്ന് റിട്ടയർ ആയിട്ട് വന്നു കഴിഞ്ഞ് ഒരു ദിവസം തിരുവനന്തപുരത്ത് ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ വന്ന് കണ്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ മനസ്സ് മാറിയത് കാസർഗോഡ് വെച്ചല്ലേ, അങ്ങനെയുണ്ടെങ്കിൽ കാസർഗോഡ് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരു സെൻറ്റർ തുടങ്ങുകയാണെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 20 ഏക്കർ ലാൻഡ് അദ്ദേഹം മേടിച്ചു തന്നു. അൺഫോർച്ചുനേറ്റ്ലി അധിക കാലം അദ്ദേഹം ഉണ്ടായില്ല. ഒരു ബ്രെയിൻ ട്യൂമർ വന്നു. അദ്ദേഹം ഈ ഭൂമി വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോഴും ന്യൂയോർക്കിലുണ്ട്. ലാലി എന്നാണ് പേര് അവരുടെ. ഞാനിപ്പോൾ മിനിഞ്ഞാന്നും അവരെ കണ്ടിരുന്നു. അപ്പോൾ ഈ MK ലൂക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണ് കാസർഗോഡുള്ള പ്രോജക്റ്റ് വരാൻ പോകുന്നത്. അതിനകത്ത് നമുക്കൊരു 1000 കുട്ടികൾക്ക് ലൈഫ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2027 നവംബർ 20-ാം തീയതി ആകുമ്പോഴേക്കും അത് പൂർത്തിയാക്കണം എന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് തകൃതിയായിട്ട് അവിടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ 2 വിങ്ങായിട്ട് ഞങ്ങളുടെ ഒരു ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ബോർഡുണ്ട്. ജിജി തോംസനാണ് ഞങ്ങളുടെ ചെയർമാൻ. അടൂർ ഗോപാലകൃഷ്ണൻ ഞങ്ങളുടെ പഴയ ചീഫ് സെക്രട്ടറി, പഴയ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി. അപ്പോൾ അദ്ദേഹം ഒരു ടീമും കൂടി CSR പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പല ഭാഗത്തുനിന്ന്. ഞാൻ M-Cube എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തതിന് ശേഷം ആ പ്രോഗ്രാം ലോകത്തിൻ്റെ പല ഭാഗത്ത് നടത്തി അതിലൂടെ കിട്ടാവുന്ന ഫണ്ട് മൊബിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, അയർലൻഡ്, ഖത്തർ, ഓസ്ട്രേലിയ, ദുബായ് എവിടെയൊക്കെ ഷോ ചെയ്തു. അമേരിക്കയിലും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷം 2026 മെയ് 15 മുതൽ ജൂൺ 15 വരെ അമേരിക്കയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രോഗ്രാം നടത്തി അതിലൂടെ ഫണ്ട് മൊബിലൈസ് ചെയ്യുന്ന കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. M-Cube എന്ന് പറയുന്ന മാജിക് മ്യൂസിക് ആൻഡ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു 3 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രോഗ്രാം നടത്തി. സാർ എങ്ങനെ ഈ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്? ഡിഫറൻ്റ് ഏബിൾഡ് ആയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയൊരു ടാലന്റ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ ഹോസ്പിറ്റൽ, ഇറ്റ്സ് നോട്ട് എ ബഡ്സ് സ്കൂൾ. 14 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ. കാരണം നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇത്തരം കുട്ടികൾക്ക് +2 കഴിഞ്ഞതിന് ശേഷം ഗവൺമെന്റ് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല. അപ്പോൾ ആ കുട്ടികൾ ആ സമയത്ത് അവരുടെ ഹോർമോൺ ചേഞ്ചസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് പ്രോബ്ലം ഉള്ള സമയമാണ്. അപ്പോൾ ആ കുട്ടികൾ ആ സമയത്ത് അവിടെ കൊണ്ടുവന്ന് ചെറിയൊരു ടാലന്റ് അവർക്കുണ്ടെങ്കിൽ ആ ടാലന്റ് കണ്ടെത്തി അതിനകത്ത് അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ടാലന്റ് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള പറ്റിയ ഇൻസ്ട്രക്ടേഴ്സ് നന്നായിട്ടുണ്ട്. ഒരു 150ഓളം സ്റ്റാഫ് അവിടെ, തെറാപ്പിസ്റ്റുകളും ഡോക്ടേഴ്സും ഒക്കെ ആയിട്ട് 150ഓളം സ്റ്റാഫ് അവിടെ ഉണ്ട്.
അവർക്കൊക്കെ അതൊരു ഒരു വോളണ്ടറി ആണോ ഒരു അല്ല, എല്ലാവർക്കും സാലറി കൊടുത്തു, നല്ല സാലറി കൊടുത്തു, നല്ല സാലറി ഓ, അപ്പൊ നല്ലൊരു എമൗണ്ട് ഒരു മാസം വലിയൊരു എമൗണ്ട് ഒരു മാസം വരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാ മാസവും സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ആയിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ ആളുകൾ നല്ല മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്നുള്ളതിന്റെ ഭാഗമായി അവിടെ ആളുകൾ വന്ന് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ബാലൻസ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളൊപ്പം അവിടെ താമസിക്കുകയാണോ? അല്ല, നമ്മൾ 4 ബസ്സുണ്ട്. ആ ബസ്സിനകത്ത് കുട്ടികൾ, അതുകൊണ്ട് അവർക്ക് സ്റ്റൈഫൻഡ് കൊടുത്ത് വരാനുള്ള അല്ല, നമ്മുടെ ബസ് തന്നെയാണ്. നമ്മുടെ ബസ്സിൽ തന്നെ കൊണ്ടാക്കുക ചെയ്യുന്നത്. ശരി. ഓ, അപ്പം കുട്ടികൾ പിന്നെ ഇവർക്ക് ഇങ്ങനെ പോകുന്നവർക്ക് നമുക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പ്രൊഫഷണൽ ഇത് കിട്ടുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടൊന്നും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇറ്റ്സ് നോട്ട് എ ക്യൂറബിൾ. ഇതൊരിക്കലും അവരെ അപ്ലിഫ്റ്റ് ചെയ്യാം എന്നതിനപ്പുറം അവർക്കൊരു കോൺഫിഡൻസ് അതായത് സോഷ്യൽ ഇതുണ്ടല്ലോ, സോഷ്യൽ ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മാരേജസിനെ കൊണ്ടുപോകാനും അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ശരി. അപ്പം കാസർഗോഡും ഇത് തന്നെ 2027 തുടങ്ങാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവിടെ 1000 സ്റ്റുഡൻസ് അല്ലേ? ഇത് ഞങ്ങളുടെ സെനിയാണ് ഹൂസ്റ്റൺ ബോയ്സിന്റെ ഇവിടെ അമേരിക്കയിലെ സെക്രട്ടറി, അതിന്റെ പബ്ലിസിറ്റി സെക്രട്ടറിയാണ്. ഒന്ന് രണ്ട് കാര്യം കൊണ്ട് ചോദിച്ചാൽ, സാർ എത്ര നാളായി അമേരിക്കയിൽ വന്നിട്ട്? എത്ര ദിവസം ഇനി എവിടേക്കാണ് പോകാനുള്ളത്? ഇല്ല, ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ വന്നത്. അതിനുശേഷം ഇനി ഷിക്കാഗോയിൽ പോകുന്നുണ്ട്, കൊളംബസിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ന്യൂയോർക്കിൽ തന്നെ വന്ന് യാത്രയാവും. തിരിച്ച് 28-ാം തീയതി തിരിച്ചു പോകും. നവംബർ 28 പോകും. കുറച്ച് ദിവസം കൂടെ. സാറ് സ്വദേശി എവിടെ? നാട്ടിൽ നിലമ്പൂരാണ്, മലപ്പുറം. പക്ഷെ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പൊ ഈ നിങ്ങളുടെ സെന്ററിന്റെ അടുത്ത് തന്നെയായിരിക്കും? ശരി. അതെവിടെ തിരുവനന്തപുരം എക്സാക്ട് ആയിട്ട്? ഡിഫറൻറ്റ് ആർട്സ് സെന്റർ കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് ഗവൺമെന്റിന്റെ ലാൻഡാണ്. കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിന്റെ അതിനകത്താണ്. അപ്പൊ എങ്ങനെ ഗവൺമെന്റ് സപ്പോർട്ടാണ്? അതെല്ലാം ഉണ്ട്. ഗവൺമെന്റ് സപ്പോർട്ട് പറഞ്ഞാൽ സപ്പോർട്ടായിട്ടില്ല, അവർ ലീസ് കൊടുത്ത് സാധാരണ രീതിയിൽ തന്നെ എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനൊക്കെ നല്ല സപ്പോർട്ടാണ്. കാരണം അവിടെ ഇപ്പോൾ പ്രോഗ്രാമിന്റെ തറക്കല്ലിടാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് കാസർഗോഡ് വന്നിരുന്നത്. നല്ല കാര്യം സാറേ. ഇല്ല, ഞാൻ പ്രൊഫഷണൽ ഷോ പരിപൂർണമായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അതിന് പ്രൊഫഷണൽ അല്ല, നേരെ മറിച്ച് മാജിക് ഉണ്ട്. മാജിക്കും മ്യൂസിക്കും മോട്ടിവേഷനും ചേർത്ത് വെച്ച പരിപാടിയാണ്. അപ്പൊ സാർ അത് നിർത്താൻ കാരണം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി ഇത് നിർത്തിയെന്നേ ഉള്ളൂ അല്ലേ? ഓ, ശരി. അപ്പൊ സാറ് സ്വന്തമായിട്ട് ഒത്തിരി സാക്രിഫൈസ് അത് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. സോ കാരണം ഫിനാൻഷ്യലായിട്ട് ഒത്തിരി ഹെൽപ്പ് ഇത് കിട്ടുന്നതാണല്ലോ. വേണ്ടെന്ന് വെച്ചിട്ടാണ്. സാറിന്റെ കുടുംബത്തെ പറ്റി ഒന്ന്? കവിത എന്നാണ് വൈഫിന്റെ പേര്, വിസ്മയ് എന്നാണ് മോന്റെ പേര്. മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വൈഫ് വീട്ടിൽ തന്നെയാണ്. ഓ, ശരി. വളരെ സന്തോഷം സാർ. താങ്ക് യു സോ മച്ച്.